ഇനി കൽപ്പറ്റയിൽ നിന്നൊരു വാർത്ത. RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ തന്നെ കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ശ്രേയാംസ് തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. കോവളം വടകര സീറ്റുകൾ ISJDയുമായി വെച്ചുമാറാനും ധാരണയായിട്ടുണ്ട്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനേഷ് കുമാർ, ശ്രേയാംസ് കുമാറുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? SKN എന്തായാലും ശ്രേയാംസ് കുമാർ തന്നെയായിരിക്കും കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. LDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം തന്നെ എത്തും. കാരണം സ്ഥാനാർത്ഥി ക്ഷാമം വലിയ തോതിൽ തന്നെ RJD നേരിടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം എടുത്തു പറയാൻ പറ്റിയ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ആരും നിലവിൽ കൽപ്പറ്റയിൽ ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് നേതൃത്വം. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് MV ശ്രേയാംസ് കുമാറിനോട് തന്നെ കൽപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്തായാലും ഇക്കാര്യം തള്ളിയിട്ടുമില്ല. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാവാനുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം കൂത്തുപറമ്പിൽ RJDയുടെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഉണ്ടാവുക. വടകരയിൽ എത്തുമ്പോൾ വടകര കോവളവുമായി ഒരു പക്ഷേ വെച്ചുമാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കോവളം നിലവിൽ ഉള്ള JDSൻ്റെ അതായത് ജനതാദൾ എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി വെച്ചുമാറാനുള്ളൊരു സാധ്യതയാണുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ISJDയിൽ നിന്ന് RJD ഇതെടുക്കുകയും കോവളം എടുക്കുകയും പകരം അവിടെ നീലോഹിതദാസ് അഡാർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായിട്ടുള്ള അന്തിമ ചർച്ചകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ CPM ആവശ്യപ്പെട്ടിരിക്കുന്നത് MV ശ്രേയാംസ് കുമാർ തന്നെ കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.